ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. നെവിനും ഷാനവാസും തമ്മിൽ ഭയങ്കരമായ രീതിയിലുള്ള ഒരു വഴക്ക് നടക്കുന്നുണ്ട്. ഇത് കയ്യാങ്കളിയിലേക്കൊക്കെ നീങ്ങുമോ എന്ന് തോന്നിപ്പോകുന്ന ലെവലിലുള്ള അത്രയ്ക്കും പ്രവോക്കിങ്ങും അത്രയ്ക്കും ചീപ്പ് വർത്താനങ്ങളും ഒക്കെ നിറഞ്ഞൊരു ഫൈറ്റാണ് ഇത്. ഇപ്പൊ എല്ലാവരും ബെഡ്റൂം ഏരിയയിൽ ചേരിതിരിഞ്ഞ അടിയോടടി. അക്ബർ, അഭിലാഷ്, ഒനീൽ ഇവരൊക്കെ നെവിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അനീഷ്, ബിന്നി, അനുമോള് ഇവരൊക്കെ ഷാനവാസിന്റെ പക്ഷത്തേക്കാണ്. ഇപ്പം ഈ രീതിയിൽ രണ്ട് ചേരികളായി മാറിയിരിക്കുകയാണ്. ലക്ഷ്മിയും നെവിന്റെ പക്ഷത്താണ്. അപ്പോൾ ഇവരെല്ലാരും കൂടി നിന്ന് ചേരിതിരിഞ്ഞുള്ള അടിയാണ്. ഈ നെവിൻ ഷാനവാസിനെ വളരെ മോശകരമായ രീതിയിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് വിളിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വളരെ മോശം എന്നൊക്കെ പറയാൻ പറ്റുന്ന ലെവലിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷാനവാസ് നോക്കുമ്പോൾ ഈ പട്ടിയെ ട്രെയിൻ ചെയ്ത് ജീവിക്കാൻ നിന്നെ ഇനി സീരിയലിലേക്ക് കയറ്റില്ല, നിന്നെ പോലുള്ള തേർഡ് റേറ്റുകളെ ഇനി സീരിയലിലേക്കൊന്നും എടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് അത്രയ്ക്കൊന്നും പറയാൻ മാത്രം ആ മനുഷ്യൻ അവിടെ എന്താണ് ചെയ്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രേക്ഷകർ നെവിന്റെ പക്ഷത്ത് നിൽക്കുമെന്നാണോ നെവിനി ഓർത്തോണ്ടിരിക്കുന്നത്? 6 സീസൺ അവസാനിച്ചത് ഇപ്പൊ 7ാമത്തെ സീസണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 6 സീസണും നെവിൻ കണ്ടിട്ടുണ്ടാവണമല്ലോ, ഓഫ്കോഴ്സ് കണ്ടിട്ടുണ്ടാവണം. അപ്പോൾ അതിനകത്തൊക്കെ ഓരോ കണ്ടസ്റ്റൻസ് എന്ത് ചെയ്തിട്ടാണ് നെഗറ്റീവ് ആയതെന്ന് ഇത്രയ്ക്ക് മനസ്സിലാക്കാനുള്ള ബോധമില്ലേ? ഫസ്റ്റ് വീക്കിലും സെക്കൻഡ് വീക്കിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ കത്തിക്കേറും എന്ന് പ്രതീക്ഷിച്ചൊരു കണ്ടസ്റ്റന്റ് ആണ്. ഇപ്പൊ ഈ രീതിയിൽ തരംതാണ് ഒരു ഗെയിമിലേക്ക് നെവിൻ നീങ്ങിയിരിക്കുകയാണ്. ഷാനവാസ് ഇതിനകത്തൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. കാരണം ഷാനവാസിന് അറിയാം, ഷാനവാസിന് കോൺഫിഡൻസ് ഉണ്ട്. ഇത് ഷാനവാസിന്റെ പക്ഷത്ത് ന്യായമുണ്ടെന്നുള്ള കാര്യത്തിൽ ഹീസ് കോൺഫിഡന്റ്. അപ്പോ ഇത് എങ്ങോട്ടേക്കാണ് ഈ ഒരു പ്രശ്നം? ഇനി ഇതിന്റെ ഒരു ക്ലൈമാക്സ് ആണ് എനിക്ക് അറിയേണ്ടത്. അനീഷ് പറഞ്ഞ പോലെ ഒരു ക്ലൈമാക്സ് കാണാനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും